സമസ്തയുടെ നിലപാട് പറഞ്ഞു. മുസ്ലിം പള്ളികളിൽ തഹ്ലിയയുടെ ദീനളക്കം നമ്മൾ കുടികൊള്ളുന്നത് മഹാവിഷ്ണുവാണ്. ഹലോ നമസ്കാരം. ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തി, അതാണ് ഇപ്പോഴത്തെ വിഷയം. സമസ്തയുടെ നിലപാട് പറഞ്ഞു. അതിനോട് യോജിക്കുന്നവരുണ്ട്, വിയോജിക്കുന്നവരുണ്ട്. ഫാത്തിമ തഹ്ലിയക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെയാണ് സമസ്തക്ക് നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് സമസ്തയുടെ നിലപാട് അറിയിച്ചു. അതല്ല വിഷയം. നമുക്ക് നിലവിളക്കിന്റെ ചരിത്രം ഒന്ന് നോക്കാം. നിലവിളക്ക് പണ്ട് മുതലേ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഒന്ന്, വെളിച്ചത്തിന് വേണ്ടി. പണ്ട് കാലങ്ങളിൽ മുസ്ലിം പള്ളികളിൽ വരെ വിളക്ക് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പൊന്നാനി പള്ളിയിൽ പോയാൽ അതിന്റെ അവശേഷിപ്പുകൾ ഇന്നും നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, വിശ്വാസപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതുപോലെ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സന്ധ്യാസമയങ്ങളിൽ ലക്ഷ്മി ദേവിയെ ആനയിക്കാൻ വിളക്ക് കത്തിക്കുന്ന ആളുകളുണ്ട്. ഉന്മേഷവും ഊർജ്ജവും ഉണ്ടാവാൻ വേണ്ടി പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വിളക്ക് കത്തിക്കുന്നവരുണ്ട്. കേവലം ഒരു വിളക്ക് എന്നതിനപ്പുറത്തേക്ക് നിലവിളക്കിന് ഒരുപാട് ആത്മീയ പ്രാധാന്യം നൽകുന്ന ആളുകളുണ്ട്. അത് വെളിച്ചത്തിനല്ലാത്ത സമയത്ത് കത്തിക്കുമ്പോൾ ചില മര്യാദകൾ പാലിച്ചിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. വൃത്തിയുള്ള സ്ഥലത്ത് വെക്കണം, പൂജാമുറിയിൽ വെക്കണം. തറയിലാണ് വെക്കുന്നതെങ്കിൽ അതിന്റെ താഴെ തുണിയോ അല്ലെങ്കിൽ ഇലയോ വെക്കൽ അതിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. ഹൈന്ദവ വിശ്വാസ പ്രകാരം നിലവിളക്ക് എന്ന് പറയുന്നത് വെറും ഒരു വിളക്കല്ല, ത്രിമൂർത്തികളുടെയും ത്രിദേവിമാരുടെയും സംഗമ സ്ഥാനമായിട്ടാണ് അവർ കാണുന്നത്. നമ്മൾ കാണുന്ന നിലവിളക്കിന്റെ ഓരോ ഭാഗങ്ങളിലും ഹൈന്ദവ ദൈവങ്ങൾ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. നമ്മൾ കാണുന്ന നിലവിളക്കിന്റെ അടിഭാഗത്തെ തട്ടിൽ ബ്രഹ്മാത്മാവ് കുടികൊള്ളുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. വിളക്കിന്റെ മധ്യഭാഗത്ത് അഥവാ നടുവില് നീളമുള്ള സ്ഥലത്ത് കുടികൊള്ളുന്നത് മഹാവിഷ്ണുവാണ് എന്നുള്ളതാണ് വിശ്വാസം. തിരിയിട്ട് എണ്ണ ഒഴിക്കുന്ന മുകളിലെ തട്ടിൽ ശിവൻ കുടികൊള്ളുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഇനി വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് എന്നും വിളക്കിൽ നിന്ന് പുറത്തു വരുന്ന ചൂട് ദുർഗാദേവിയാണ് എന്നും പ്രകാശം അറിവിന്റെ വെളിച്ചം പകരുന്നത് കൊണ്ട് അതിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ സരസ്വതി ദേവിയായി സങ്കല്പിക്കപ്പെടുന്നുണ്ട്. പറഞ്ഞു വന്നത്, നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത് കേവലം ഒരു പ്രഹസനമായിട്ട് കാണിച്ചു കൂട്ടേണ്ട ഒന്നല്ല. ഫാത്തിമ തഹ്ലിയയുടെ ദീനളക്കം നമ്മൾ ആരും ബാധ്യസ്ഥരല്ല. അവര് വെളിച്ചത്തിന് വേണ്ടിയിട്ടാണോ, ആചാരമായിട്ടോ വിശ്വാസപരമായിട്ടോ ആണോ എന്നുള്ളത് അവരുടെ മാത്രം കാര്യമാണ്. ഈ വിഷയം ഇങ്ങനെ കേട്ടപ്പോ ഇതൊക്കെ ഒന്ന് പറയണം എന്ന് തോന്നി, നമുക്കൊക്കെ മനസ്സിലാക്കാലോ. ശരി.